ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ലീഗ് നേതാക്കന്മാരിൽ സത്യത്തിൽ എനിക്ക് വ്യക്തിപരമായി ഏറെ ഒരു വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യം പി കെ ബഷീറിനെ മന്ത്രിയാക്കി എന്നുള്ളത്. പി കെ ബഷീറിന് വ്യക്തിപരമായി എനിക്ക് പരിചയമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും പങ്കെടുക്കാനൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായി വരെ പരിചയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു MLA എന്നുള്ള കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ഗംഭീരമാണ്. നമ്മുടെ യുവാക്കളൊക്കെ പറഞ്ഞ മാസാണ് അദ്ദേഹം അസംബ്ലിയിൽ. ഈ സീതി ഹാജിയുടെ മകനാണ്. പി സീതി ഹാജിയുടെ മകൻ. അദ്ദേഹം മാത്രമല്ല അവിടെ ഒരു കാവ്യനീതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സീതി ഹാജി മന്ത്രിയാക്കിയിട്ടില്ലായിരുന്നു ലീഗ്. അദ്ദേഹം 91 ചീഫ് വിപ്പ് ആക്കിയുള്ളൂ. ചീഫ് വിപ്പ് ക്യാബിനറ്റ് റാങ്കുള്ള ആളാണെങ്കിൽ പോലും മന്ത്രിയാക്കിയില്ല. ഒരു പക്ഷേ മന്ത്രിയായിരുന്നു എൻ്റെ ഓർമ്മ. ഇല്ല മന്ത്രിയായിട്ടില്ല. അതാണ്. അപ്പോൾ അദ്ദേഹം ചീഫ് വിപ്പായിരുന്നു. ആ ചീഫ് വിപ്പ് പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം അന്തരിച്ചത്. ഒരുപക്ഷെ അച്ഛൻ്റെ ആഗ്രഹം നടക്കാതെ പോയത് മകന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പി കെ ബഷീർ മന്ത്രിയാകില്ല എന്ന രീതിയിലൊക്കെ ഒരു വാർത്ത. അതെ, അത് ചുമ്മാ ഇവിടുത്തെ ചാനലുകാർ മന്ത്രിമാരെ പ്രവചിക്കും. അതായിരിക്കും. നമ്മൾ ഈ നമ്പൂരി ഫലിതങ്ങളൊക്കെ വായിച്ച് വളരുന്നത് ആ സമയത്താണ് ഈ സീതി ഹാജി ഫലിതങ്ങൾ കേൾക്കുന്നത്. സീതി ഹാജി വിദ്യാഭ്യാസം കുറവായിരുന്നു ആളാണ്. അത് അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നില്ല. പക്ഷേ അതേ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രായോഗികമായി രാഷ്ട്രീയത്തെ കണ്ടിരുന്ന ഒരാളാണ്. വളരെ രസികനായിരുന്നു. മാത്രമല്ല ഈ സീതി ഹാജിയെ കുറിച്ച് പറയുന്ന പല ഫലിതങ്ങളും മറ്റുള്ള ഉണ്ടാക്കിയ തമാശ കഥ നമ്പൂരി ഫലിതങ്ങൾ പോലെ തന്നെയാണ്, ഒരു തമാശകളാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര ഒരു ആസ്വദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് അത് കേട്ടാൽ ഒരിക്കലും വിഷമം തോന്നുന്നില്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് അത് ആ തന്നെ കുറിച്ചുള്ള കോമഡികൾ ഭയങ്കര അദ്ദേഹം എൻജോയ്. പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഓർമ്മ മറ്റേ അരിവാൾ കോമഡി കോഴിക്കോട് എയർപോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഉദ്ഘാടനം നടത്തിയപ്പം അരിവാൾ അറൈവലിന്റെ പുള്ളി അരിവാൾ എന്ന് വായിച്ചു. ഇവിടെ വന്ന IMSന്റെ അരിവാൾ അപ്പുറത്തുകൊണ്ട് വേടാ നമ്മുടെ മറ്റേ കോണി എന്ന് പറഞ്ഞു എന്നാണ് തമാശ കഥ. പുള്ളി അതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നാണ് ഇനി എനിക്ക് ഓർമ്മയിലുള്ളത്. പുള്ളി അസംബ്ലിയിൽ ചില രസകരമായ പ്രസംഗങ്ങളുണ്ട്. ഒരിക്കൽ പുള്ളി അസംബ്ലിയിൽ പറഞ്ഞു, ഞാനും നായനാരും ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ബ്രിട്ടീഷുകാരന്മാർ ഇവിടെ നിന്ന് ഓടിയെന്ന് പറഞ്ഞു. അതൊരു കോമഡിയായിരുന്നു. പിന്നെ ഒരിക്കലും അസംബ്ലിയിൽ ആരോ ഏത് MLA തമാശ രൂപമാണ് പറഞ്ഞതാണ്, എല്ലാ മന്ത്രിമാർക്കും കാർ കൊടുക്കുന്നത് പോലെ MLA മാർക്കും ഓരോ കാറ് തരാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സർക്കാർ. അവിടെ സീതി ഹാജി പെട്ടെന്ന് എണ്ണിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ എനിക്കും ബേബി ജോണിനും വേണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ബെൻസ് കാറുണ്ടെന്ന് പറഞ്ഞു. അന്ന് ബേബി ജോൺ മറുഭാഗത്താണ്, സമ്പന്നനാണല്ലോ, ഇദ്ദേഹം സമ്പന്നനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബെൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേരും കാറ് വേണ്ട. അറബിക്കടൽ മഴ പെയ്യുന്ന അസൂതകുമാരി പറഞ്ഞല്ലോ, ഇവരെല്ലാം കൂടെ മരം വെട്ടുന്നതുകൊണ്ടാണ് മഴ എത്തുന്നത്. അത് സ്വാഭാവികം ചോദിച്ചത്. അത് ആ ചോദ്യം നിഷ്കളങ്കമാണെങ്കിൽ പോലും അത് അറബിക്കടലിൻ്റെ മുകളിൽ മഴ പെയ്യുന്നത് അവിടെ മരം ഉണ്ടായിട്ടാണോ സ്വാഭാവികം? അത് യുക്തിയുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഏതാണ്ട് അതേ ഫലിതപ്രിയനാണ് ഈ പി കെ ബഷീർ. ബഷീറിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഭയങ്കര രസമാണ്. ഞങ്ങളത് എൻജോയ് ചെയ്യുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ ഭയങ്കരമായിട്ട് ആളുകൾ വ്യൂവർഷിപ്പ് ഉള്ളത് ആൾ കാണുമായിരുന്നു. പി കെ ബഷീറിൻ്റെ പ്രസംഗങ്ങൾ അസംബ്ലിയിൽ. എന്തായാലും ഈ ലീഗിനകത്തെ മന്ത്രിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മക്കളായിട്ട് രണ്ടുപേരുണ്ട്, മുൻ മന്ത്രിമാരുടെ. സീതി ഹാജിയുടെ മകൻ പി കെ ബഷീറും പിന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും ഉണ്ട്. ഇബ്രാഹിം കളമശ്ശേരി മത്സരിച്ച് അദ്ദേഹം ഇയാളെ പരാജയപ്പെടുത്തി, രാജീവിനെ പരാജയപ്പെടുത്തി. പിന്നെ പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു ലീഗ് മന്ത്രിമാർ. ശംസുദ്ദീൻ 3-4 തവണ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ ലീഗിൻ്റെ വലിയൊരു ഗുണം എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഘം അവിടെ ഉണ്ട്, എല്ലായ്പ്പോഴും ഉള്ളതുപോലെ. അതെ. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം 82 മുതൽ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം 91 വ്യവസായ മന്ത്രിയായിരുന്നു, 2000 വ്യവസായ മന്ത്രിയായിരുന്നു, 2011 വ്യവസായ മന്ത്രി, 3 തവണ വ്യവസായ മന്ത്രിയായ ഒരാളാണ്. അപൂർവമാണത്. ഒന്നുകൂടെ വേണം. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം BBA പഠിച്ച ഒരാളാണെന്നുള്ള നിലയിൽ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ ബിസിനസിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ നമ്മൾ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ അവിടെ പോയി താത്വിക ഭാഷ സംസാരിക്കുന്ന കാര്യമില്ല, ഇത് വിഷയം അറിയാമെന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വരുന്നത് നമ്മുടെ കേരളത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും LDF സർക്കാരിന് മൃഗീയ ഭൂരിപക്ഷം ഉള്ളപ്പോഴും തൻ്റെ വാക്ക് ചാതുരി കൊണ്ട് അടിച്ചിരുത്തിയ ഒരാളാണ് ഈ പി കെ ബഷീർ. ഇനിയിപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആകെ 35 പേരേ ഉള്ളൂ അപ്പുറത്ത്. അതിൽ തന്നെ അവർ സംസാരിക്കാൻ നാക്ക് പൊക്കാൻ പോലും പറ്റാത്ത വിധം അശക്തരാണ്. കാരണം ഈ തോൽവിയുടെ ആ ഒരു അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയല്ലേ. ഇതിനകത്തുനിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബഷീറിനെ പോലുള്ള ഒരു മന്ത്രിയായിട്ട് അപ്പുറത്തെ നിരയിലിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ അടിച്ചമർത്തക്ക രീതിയിൽ ഇവരെ ഇരുത്തക്കത്തക്ക രീതിയിലുള്ള മറുപടികൾ വരും, ഉറപ്പാണ്. അല്ല മാത്രമല്ല അവിടെ നിന്ന് അങ്ങനെ നേരത്തെ വിശാഖം പറഞ്ഞതല്ല, അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള ആമ്പിയറുള്ളതെന്ന് നോക്കി ഇവിടെ കുറവാണ്. ഇന്നിപ്പോൾ ഇല്ല, 1 ലക്ഷം പേരും പോയി. പിണറായി വിജയൻ പോലും നിയമസഭ വരുമോ എന്ന് കണ്ടറിയണം. ഇപ്പം തന്നെ പുള്ളിയുടെ ഇത് പോളിറ്റ് ബ്യൂറോ വരെ
ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്, പ്രതിപക്ഷ നേതാവാക്കി. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അതിൻ്റെ ആഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. എന്തായാലും ഈ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയിൽ 5 പ്രഗത്ഭരായ മന്ത്രി, അതിനകത്ത് ആകെ KM ഷാജി മാത്രമേ ഉള്ളൂ ഒരു അല്പം വിവാദത്തിൽ നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗമാണ് അല്ലേ? അത് സത്യം അതിൻ്റെ പ്രസംഗം വരുത്തി വെച്ച വിനയാണ്. KM ഷാജി നല്ലൊരു MLA ആയിരുന്നു. അസംബ്ലിയിൽ നന്നായിട്ട് പറഞ്ഞാൽ PK ബഷീറിൻ്റെ കാര്യം പോലെ തന്നെ അപ്പുറത്തിരിക്കുന്നവർക്ക് നേരെ ആഞ്ഞടിച്ച് അവരെ എന്തൊരു പ്രസംഗം, ഗംഭീര പ്രസംഗമാണ്. പ്രതിരോധിക്കാനൊക്കെ അസാമാന്യ കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ മിടുക്കന്മാർക്കെല്ലാം ആശാനം അടവുതെറ്റു എന്ന് പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം പറ്റുന്ന ഇവരെ നാക്ക് ഇവർ ശ്രദ്ധിക്കില്ല. ചില നേരത്തെ അറിയാതെ നാക്കുന്നൊരു വാക്കങ്ങ് വരും. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആ ഒരു വാക്കിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി സഹിതം കടിച്ചു തൂങ്ങി ലീഗിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു വാക്കിന്റെ പുറത്ത്. അതെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആരും കരുതിയില്ല KM ഷാജി മന്ത്രിയാവുന്നത്. അതെ, ഞാൻ കരുതിയില്ല ഇവർ മന്ത്രിയാവുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ പോലുള്ള പിന്നെ കക്ഷികൾക്ക് ഒരു വെല്ലുവിളി ഒരു സൂചന കൊടുത്തുകൊണ്ടായിരിക്കണം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നലെ സംഭവിക്കാവുന്നൊരു കാര്യം, വെള്ളാപ്പള്ളിയുടെ വീട്ടിലും ചങ്ങനാശ്ശേരിയിലും പോപ്പനടുത്തും ചെന്ന് മുഖ്യമന്ത്രി കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഏതായാലും ഒഴിവാക്കി. അത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, മുഖ്യമന്ത്രി പോകാഞ്ഞുകൊണ്ട് മറ്റു മന്ത്രിമാരാകേണ്ടവർ ആരും പോയിട്ടില്ല. അവർക്കെല്ലാം കാര്യം മനസ്സിലായി. കാരണം ഈ CPM-ന്റെ പരാജയം തെളിയിച്ചു കൊടുത്തത് എന്താണെന്നറിയാം, ഇത് യൂസ്ലെസ് ആണ് ഇവരെന്നുള്ളതാണ്. ഈ രണ്ട് പാഴുകളെ ഈ രണ്ടുപേരും കൂടെ ഇവരെ സമുദായങ്ങളില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. ഈ വെള്ളാപ്പള്ളി നടേശന്റെ CPM തോറ്റതിന് ഒരു 50% കാരണം പിണറായി വിജയനും 45% കാരണം MV ഗോവിന്ദനും 5% വെള്ളാപ്പള്ളി നടേശനുമാണ്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഒറ്റ കലിപ്പ് കൊണ്ടാണ് മുസ്ലിം ലീഗ് അവിടെ മുഴുവൻ തൂത്തുവാരിയതും കേരളം മുഴുവൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു. ഇപ്പം എന്താ സംഭവിച്ചത്? വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ട് നടന്നു, കാറെ കയറ്റിക്കൊണ്ട് നടന്നു, അവസാനം താണ്ടടക്കും. അതാണ് പറ്റിയിരിക്കുന്നത്. നല്ല കാര്യമാണ് അത് കേരളത്തിൽ. ഞാനത് പറഞ്ഞത്, നമ്മൾ പുതിയൊരു തലമുറ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇമ്മാതിരി ഞാഞ്ഞൂലുകളെയൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഇവരൊന്നും ഒന്നും അല്ല, അത് കാണിച്ചു കൊടുക്കണം. ഇവരൊന്നും ആരും അല്ല. അത് കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അതെ ഇത് മാത്രമല്ല കേരളത്തിൽ ജനങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വോട്ട് ചെയ്തു. അത് സത്യമാണ്. ഇന്ന് തൊട്ട് രാഷ്ട്രീയക്കാർ ജനങ്ങളെ പേടിച്ചേ പറ്റൂ. കാരണം ആളുകൾ വിവരം വെച്ച് പോയി ഈ തിരഞ്ഞെടുപ്പ് ഫലം മനസ്സിലായി. പണ്ട് ആരെങ്കിലും നിർത്തി കൊടുത്ത് ഞങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കുക, നീ ഒന്നും അല്ല എന്നുള്ള ജനങ്ങളോടൊരു പുച്ഛം പല രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിരുന്നു. ഇതോടുകൂടി അല്ലെ ഇപ്പം ലീഗിൻ്റെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബഷീർ ആണെങ്കിലും പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഷാജി ആണെങ്കിലും ഷംസുദ്ദീൻ ആണെങ്കിലും എല്ലാവരും സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടും. ഈ സോഷ്യൽ മീഡിയ ശക്തമായിരിക്കുന്ന കാരണം ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഇവർ ചെവി കൊടുത്തേ പറ്റൂ. അതിന് ചെവി കൊടുക്കാതെ പോയതാണ് CPM-ന് പറ്റിയ പ്രശ്നം. കാരണം സോഷ്യൽ മീഡിയ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഒരു അപകടം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ഈ പറയുന്ന MV ഗോവിന്ദൻ്റെ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ഇവിടുത്തെ സൈബർ സഖാക്കളുടെ വിവരമില്ലായ്മയും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ പലപ്പോഴായിട്ട് ചൂണ്ടിക്കാട്ടിയതാണ് അല്ലേ? അതെ, അത് മാത്രമല്ല ഇപ്പോഴും നമ്മൾ ആലോചിച്ചോളുക, CPM-ൽ രണ്ടാം തരം നേതൃത്വം ഇപ്പോൾ ഇവിടെ ഇല്ല. ഉള്ളവരാണെങ്കിലും മൊത്തം കോമാളികളുമാണ്. യുവമാർ ആരും പണ്ട് ആലോചിച്ച് നോക്കുക, സുരേഷ് കുറുപ്പ്, CP ജോൺ, അങ്ങനെ വലിയൊരു തലമുറ ഉണ്ടായിരുന്നു അവിടെ, മിടുക്കന്മാരുണ്ട്. PK ഹരികുമാർ, എത്രയോ പേര് നമ്മൾ പറഞ്ഞാൽ തീരില്ല. അവരാരും അല്ല. ഇപ്പൊ കുറെ ബഹൂണുകളാണെന്നിട്ട് ഇറങ്ങി ഈ സ്റ്റേജിൽ കയറുന്നുണ്ട്, ഇവരുടെ സെക്കൻഡ് ജനറേഷനായിട്ട് വന്ന ആൾക്കാർ രാജീവും ഈ പറയുന്ന കൃഷ്ണദാസും അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ എന്ന് വിളിക്കുന്ന സ്വരാജും ഒക്കെ. ഇവരുടെ എല്ലാം പ്രശ്നം എന്താണ്? ഇവർ പറയുന്ന ഒന്നും അവരുടെ പാർട്ടിക്കാർക്കും നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടിക്കാർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, നാട്ടുകാർക്ക് അതിനേക്കാൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് ചെവി കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതെ, നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ എല്ലാവരും സർക്കാർ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് സ്വന്തം മക്കളെ പറഞ്ഞ് മറ്റേ വൻകിട സ്കൂളിൽ അയച്ച 5-സ്റ്റാർ സ്കൂളിൽ അയച്ച യോഗ്യന്മാരാണ് P രാജേന്ദ്രൻ. ഇത് കിടക്കുന്നു പിണറായി വിജയന്റെ കൊച്ചുമോൻ ഇവിടെ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. സമരം ഇല്ലല്ലോ അവിടെ. അത് മാത്രമല്ല PM ശ്രീ ആണ് പഠിക്കുന്നത്. അത്രേ ഉള്ളൂ. PM ശ്രീയെ പഠിക്കുകയുള്ളൂ. കാരണം ഭാവിയിൽ ബിസിനസ് ചെയ്യണ്ടേ വിദേശത്തൊക്കെ പോയിട്ട്. അപ്പം എന്തായാലും പുതിയ മന്ത്രിസഭ എല്ലാവിധ ആശംസകളും നേരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം അത് ഈ മന്ത്രിസഭയ്ക്ക് തീർച്ചയായും, കാരണം വളരെ ഭരണപ്രജ്ഞരായ ആളുകളാണ് ലീഗിൻ്റെ മന്ത്രിമാരാണ് എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മന്ത്രിസഭയ്ക്ക് ഒരു നേട്ടമായി മാറാൻ തന്നെയാണ് സാധ്യത. ഏതായാലും PK ബഷീർ നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിപരമായി അദ്ദേഹത്തെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അസംബ്ലിയിൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് അദ്ദേഹത്തിനും ഒപ്പം എല്ലാ മന്ത്രിമാർക്കും നമുക്ക് ആശംസകൾ നേരാം.